ആസൂത്രണ ബോർഡിലേക്കുള്ള പരീക്ഷയിലെ ക്രമക്കേടിൽ PSCയെ നിശിതമായി വിമർശിച്ച് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ഉത്തരക്കടലാസുകൾ ഉദ്യോഗാർത്ഥികൾക്ക് 7 ദിവസത്തിനകം കൈമാറണമെന്ന് കമ്മീഷൻ ഉത്തരവിട്ടു. വിവരങ്ങൾ മറച്ചുവെക്കാൻ PSCക്ക് കഴിയില്ല എന്ന് കമ്മീഷൻ പറഞ്ഞു. അനിരു അശോകനാണ് വിവരങ്ങളുമായി ചേരുക. അനിരു, ഇപ്പോൾ ഇതിൽ എന്താണ് കൂടുതൽ നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ നടക്കാനിരിക്കുന്നത്? സ്വാതി, സംസ്ഥാന ആസൂത്രണ ബോർഡിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് PSC നടത്തിയ പരീക്ഷാ ക്രമക്കേടിൽ ഒരു സുപ്രധാന ഇടപെടലാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നടത്തിയിരിക്കുന്നത്. നേരത്തെ പ്ലാനിംഗ് ബോർഡിലെ ചീഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ചീഫ് പ്ലാനിംഗ് കോർഡിനേഷൻ, പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് തുടങ്ങിയ 3 തസ്തികകളിലാണ് 2023 ജൂലൈ 13 PSC പരീക്ഷ നടത്തുന്നത്. തുടർന്ന് 2025 മെയ് 31 റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കുമ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ പേര് മാത്രമാണ് PSC പ്രസിദ്ധീകരിച്ചത്. അവർ എഴുത്തു പരീക്ഷയിലും അതുപോലെ തന്നെ അഭിമുഖത്തിനും ലഭിച്ച മാർക്കുകൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ 2019 ഈ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ച എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെ മാർക്കുകൾ ഉൾപ്പെടെയായിരുന്നു PSC റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. തുടർന്ന് ഈ റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ മാർക്കുകൾ അറിയുന്നതിന് വേണ്ടി ഉദ്യോഗാർത്ഥികൾ തന്നെ PSC ആവശ്യപ്പെട്ട പ്രകാരം 335 രൂപ ട്രഷറികളിൽ അടച്ച് അപേക്ഷ നൽകിയെങ്കിലും കഴിഞ്ഞ 1.5 വർഷമായി ഈ ഉത്തരവ് കടലാസുകൾ നൽകാൻ PSC തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് വിവരാവകാശ നിയമപ്രകാരം ഉദ്യോഗാർത്ഥികൾ അപേക്ഷ PSCക്ക് സമർപ്പിക്കുന്നത്. പക്ഷേ അപേക്ഷ നൽകാൻ അപ്പോഴും ഉത്തരക്കടലാസുകൾ നൽകാൻ PSC തയ്യാറായില്ല. തുടർന്നാണ് കഴിഞ്ഞ ബുധനാഴ്ച ഇത് സംബന്ധിച്ച് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അപ്പീൽ കേൾക്കുന്നത്. ഇതിനിടയിലാണ് ഈ ഒരു പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുന്നത്. പൊതുപരീക്ഷയിലെ 58 മാർക്കുകൾ മൂല്യനിർണ്ണയം നടത്താതെ ഇടതുപക്ഷ സംഘടനാ നേതാവിനെ ചീഫ് തസ്തികയിലേക്ക് നിയമനം നൽകിയെന്നുള്ളതാണ്. പക്ഷേ ഇന്ന് രൂക്ഷമായ വിമർശനമാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ PSCക്കെതിരെ നടത്തിയിരിക്കുന്നത്. കാരണം 2 റാങ്ക് ലിസ്റ്റുകൾ പുറത്തിറക്കുകയും ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ നിയമനങ്ങൾ അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റുകൾ ഒന്നും നടക്കാതിരിക്കുന്നതിൻ്റെ പേരിൽ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ നിഷേധിക്കുന്നത് ഒരിക്കലും ന്യായമായ കാര്യമല്ല എന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച തസ്തികയുടെ വിവരങ്ങൾ മാത്രം ആവശ്യപ്പെട്ടിട്ടും മറ്റ് തസ്തികയുടെ പേര് പറഞ്ഞ് മാർക്ക് നൽകാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കമ്മീഷന് മുന്നിൽ വിശദീകരിക്കാൻ PSCക്ക് സാധിച്ചിട്ടില്ല എന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ സോണിച്ചൻ P. ജോസഫിൻ്റെ ഉത്തരവിൽ പറയുന്നു. കൂടാതെ നിയമനത്തിന് എന്തെങ്കിലും കോടതി വിധിയുടെ വിലക്കുണ്ടെങ്കിൽ പോലും വിവരങ്ങൾ മറച്ചുവെക്കാൻ അത് കാരണമാകരുത് എന്നുള്ള നിർദ്ദേശം വിവരാവകാശ കമ്മീഷൻ PSCക്ക് നൽകുന്നുണ്ട്. കൂടാതെ നിയമത്തിൻ്റെ പിൻബലമില്ലാതെ വിവരം നൽകാതിരിക്കുന്ന നടപടി അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് 7 ദിവസത്തിനുള്ളിൽ ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ട ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ റാങ്ക് ലിസ്റ്റിൽ വരുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും എഴുത്തു പരീക്ഷയ്ക്കും അഭിമുഖത്തിനും നൽകിയ മാർക്കുകൾ ഈ പറയുന്ന വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച ഉദ്യോഗാർത്ഥിക്ക് 7 ദിവസത്തിനുള്ളിൽ നൽകണമെന്നുള്ള ഉത്തരവാണ് ഇപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ PSCക്ക് നൽകിയിരിക്കുന്നത്. PSCയെ സംബന്ധിച്ച് ഒരു കനത്ത തിരിച്ചടിയാണ് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ്. ശരി അനിരു.